കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് കടബാധ്യതയാണ്. ജി.എസ്.ടി വന്നത് മുതൽ വിൽപ്പന സേവന നികുതിയിൽ നിന്നും ആദായ നികുതിയിൽ നിന്നും പിരിക്കുന്നതിന്റെ ഒരു പങ്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അവസരത്തിൽ മാത്രമാണ് കേരള സർക്കാരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിലേക്ക് നേരിട്ട് വരുമാനം എത്തിക്കുവാൻ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലെ സേവനങ്ങൾ വഴി മാത്രമേ ഇപ്പോൾ സാധിക്കൂ. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുവാനും പെൻഷനുകൾ നൽകുവാനും ഒപ്പം വികസന ഫണ്ടുകൾക്കും പണം തികയാതെ വരുന്നത് സ്ഥിരം വാർത്തയാണ്. കടമെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കി ബുദ്ധിമുട്ടിക്കുകയുമാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന മിക്ക ഫണ്ടുകളും കടമായാണ് നൽകുന്നത്. വയനാട് ടൗൺഷിപ്പിന് നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ പണം നൽകിയത് കടമായിട്ടാണ്. എന്നാൽ ഏകദേശം അത്രയും പണം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക സൗജന്യമായി നൽകി കഴിഞ്ഞു. ഇത്തരത്തിൽ സാമ്പത്തിക പിരിമുറുക്കം അനുഭവിക്കുന്ന കേരളത്തിന് വരുമാന മാർഗങ്ങൾ ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. സർക്കാരിന് നികുതി വരുമാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കൈകളിലൂടെ ആയിരിക്കുന്ന സ്ഥിതിയിൽ ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് എത്തുവാൻ ഇനി ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വരുമാനം നേടുവാൻ കഴിയുന്ന വ്യവസായങ്ങളും കയറ്റുമതിയുമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. മറ്റേത് ആവശ്യത്തെക്കാളും സംസ്ഥാനം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കടബാധ്യതയിൽ നിന്ന് കരകയറ്റേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായുള്ളത്. അതിനായുള്ള ആശയങ്ങൾ നിലവിലെ മന്ത്രിമാർ പങ്കുവച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നിരവധി സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നു. താൻ മുഖ്യമന്ത്രിയായി കേരളത്തെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് സതീശൻ സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ വലിയ തിരിച്ചടിയാണ് വി.ഡി. സതീശന്റെ ഈ തീരുമാനത്തിന് ഹൈക്കമാൻഡിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യു.ഡി.എഫിന്റെ 5 ഇന ഗ്യാരണ്ടികൾ. ഈ 5 ഇനങ്ങളിൽ 3 ഇനങ്ങളും നടപ്പായാൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർത്ത് കളയുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ഇപ്പോൾ തന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നുമില്ല, മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹവുമില്ല. ഒട്ടും പ്രായോഗികമല്ലാത്ത അല്ലെങ്കിൽ കേരളത്തെ സാമ്പത്തികമായി തകർത്ത് കളയുന്ന 3 ഗ്യാരണ്ടികളാണ് യു.ഡി.എഫ് മുന്നോട്ട് വയ്ക്കുന്നത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരള സംസ്ഥാനം ഉന്നമനം നേടുന്നതിനെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല. ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ഭരണം നേടുക എന്നത് മാത്രമാണ് ലക്ഷ്യം. എന്നാൽ കേരളത്തിൽ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കേരളത്തെക്കുറിച്ചുള്ള ആശയത്തിന് തുരങ്കം വയ്ക്കുന്ന തീരുമാനം ആണിത്. ഈ വാഗ്ദാനങ്ങൾ നൽകിയ സ്ഥിതിക്ക് യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ ഇത് നടപ്പാക്കേണ്ടി വരും. അതോടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വീണ്ടും മോശമായ അവസ്ഥയിലേക്ക് നീങ്ങുമെന്നത് തീർച്ചയാണ്. പുതുയുഗ യാത്രയുടെ അന്തിമഘട്ടത്തിലാണ് യു.ഡി.എഫ് 5 വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത്. അന്ന് അത് കേട്ടപ്പോൾ പ്രത്യേക മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും അത് നൽകുക എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന ഈ പ്രചാരണ യോഗങ്ങളിലെ പ്രസംഗങ്ങളിൽ നിന്നാണ് അത് എത്രത്തോളം തീവ്രമായതാണ് എന്നും കേരളത്തിന് ദോഷകരമാകുന്നതാണ് എന്നും വ്യക്തമാക്കുന്നത്. അങ്ങനെ പറയുന്നതിനുള്ള കാരണം ഇനി വിശദീകരിക്കാം. യു.ഡി.എഫിന്റെ 5 ഇന ഗ്യാരണ്ടികളിൽ 3 എണ്ണമാണ് കേരളത്തിന് ദോഷകരം ആകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന്, സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിലുള്ള സൗജന്യ യാത്ര. പ്രായത്തിന്റെയോ സാമ്പത്തിക സ്ഥിതിയുടെയോ മറ്റ് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി കെ.എസ്.ആർ.ടി.സിയിൽ യാത്ര നടത്താനാകുമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ കടബാധ്യതയിൽ ആയിരുന്ന കെ.എസ്.ആർ.ടി.സിക്ക് ജീവനക്കാർക്കുള്ള ശമ്പളം പോലും ശരിക്കും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഗണേഷ് കുമാർ മന്ത്രിയായതോടെ വളരെ നല്ല രീതിയിൽ കെ.എസ്.ആർ.ടി.സി സംവിധാനങ്ങൾ നവീകരിച്ച് മികച്ച വരുമാനം നേടുന്ന സ്ഥിതിയിൽ എത്തിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും കോടികൾ കടബാധ്യത ശേഷിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ട് ആത്മാർത്ഥമായി കൊണ്ടുപോയെങ്കിൽ മാത്രമേ കെ.എസ്.ആർ.ടി.സിയെ കരകയറ്റുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ കെ.എസ്.ആർ.ടി.സിയിലെ പകുതിയോളം വരുന്ന ഈ യാത്രക്കാർക്ക് സൗജന്യ ടിക്കറ്റ് നൽകിയാൽ കെ.എസ്.ആർ.ടി.സിയുടെ നഷ്ടം വർദ്ധിക്കും. സർക്കാർ ആ പണം നൽകുമെന്ന് പറഞ്ഞാൽ പോലും അത് കൃത്യമായി നടന്നുവെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ സൗജന്യ യാത്ര സർക്കാർ ഉടമസ്ഥയിലുള്ള ഗതാഗത സംവിധാനത്തെ മുടിപ്പിക്കാൻ ഉള്ളതാണ് എന്നത് തീർച്ചയാണ്. സൗജന്യ യാത്ര നൽകുവാൻ കെ.എസ്.ആർ.ടി.സി കോർപ്പറേഷൻ തന്നെ കേരളത്തിൽ പിന്നെ അവശേഷിച്ചെന്ന് വന്നിരിക്കില്ല. 2 കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ വീതം നൽകുമെന്ന വാഗ്ദാനമാണ്. ഇത് സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇവർക്ക് 1000 രൂപ സൗജന്യമായി നൽകി സർക്കാരിന് ബാധ്യത ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ പാർട്ട് ടൈം ജോലി ചെയ്യാനും സുരക്ഷിതമായി വരുമാനം നേടാനുമുള്ള സാഹചര്യവുമാണ് ഇവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് കീഴിൽ അവരുടെ സംരക്ഷണയിൽ ജീവിക്കുന്ന ഈ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നത് തികച്ചും അനാവശ്യമാണ്. കൂടാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുവാനുള്ള തീരുമാനങ്ങളിൽ ഒന്നാണിത്. ചെറുപ്രായത്തിൽ തന്നെ സൗജന്യങ്ങൾ നേടി അല്ല, ജോലി ചെയ്ത് പണം സമ്പാദിക്കാനാണ് ഇവരെ ശീലിപ്പിക്കേണ്ടത്. ഒപ്പം സൗജന്യമായി പഠിക്കാനുള്ള കോളേജുകളും സബ്സിഡി നിരക്കിൽ പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള സൗകര്യവുമാണ് ഉണ്ടാകേണ്ടത്. പ്രതിമാസം 1000 രൂപ വീതം നൽകുമെന്നുള്ളത് യുവതലമുറയെ നശിപ്പിക്കാനുള്ള വാഗ്ദാനമാണ്. 3, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് നൽകുമെന്ന വാഗ്ദാനം.
ഇത് ശരിക്കും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വൻകിട ഹോസ്പിറ്റൽ വ്യവസായികളെ സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റാനുള്ള സംവിധാനമാണ്. സർക്കാർ ആരോഗ്യ സംരക്ഷണം നൽകുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മിക്ക ചികിത്സകളും സൗജന്യമായാണ് ലഭിക്കുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയകളും ബൈപ്പാസ് സർജറികളും ഉൾപ്പെടെയുള്ള വലിയ ശസ്ത്രക്രിയകൾക്ക് മാത്രമേ ചിലവ് വരുന്നുള്ളൂ. സർക്കാർ ആശുപത്രികളിലെ OP ടിക്കറ്റ്, എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈടാക്കുന്ന ചെറിയ ചാർജുകൾ ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ വരുന്നതുമല്ല. അപ്പോൾ UDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആരോഗ്യ ഇൻഷുറൻസ് ആർക്കു വേണ്ടിയുള്ളതാണ്? സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയുള്ളതാണ്. കൂടുതൽ ആളുകളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ ഇൻഷുറൻസ്. സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കി കേരളത്തിലെ സകല കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകി അതുവഴി സ്വകാര്യ ആശുപത്രികളിലേക്ക് ജനങ്ങളെ എത്തിക്കുവാനാണ് ഇത് വഴിയൊരുക്കുക. അതോടെ സർക്കാർ ആരോഗ്യരംഗം അപ്രസക്തമാകും. ഈ ആരോഗ്യ ഇൻഷുറൻസ് വഴി നഴ്സുമാർക്ക് കൂടുതൽ അവസരം ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ രംഗത്തെ നഴ്സുമാർക്ക് മികച്ച ശമ്പളമുണ്ട്. സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ ആ ശമ്പള വർധനയ്ക്കായാണ് സമരം ചെയ്യുന്നത്. സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുവാനുള്ള വാഗ്ദാനമാണിത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. UDFന്റെ മറ്റ് രണ്ട് വാഗ്ദാനങ്ങൾ ദോഷകരമായി കാണാൻ കഴിയുമില്ല. ഒന്ന്, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. കേരളത്തിലെ കുടുംബ സാഹചര്യം വെച്ച് ഈ കോളേജ് വിദ്യാർത്ഥികളെ അവരുടെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നത് പോലെയല്ല. വയോജനങ്ങൾ എവിടെയും അവഗണിക്കപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ്. പ്രായമായവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം ഇല്ല. അവർക്ക് തീർച്ചയായും ഒരു വരുമാനം ഉണ്ടാവണം. അത് സർക്കാർ നൽകണം. അത് 3000 അല്ല, മിനിമം 6000 രൂപയെങ്കിലും വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകണം. പല മക്കളും പ്രായമായ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലും മാസം അവർക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷനെ കണ്ണുവെച്ചുകൊണ്ടാണ്. വയോജനങ്ങൾക്ക് 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന UDF വാഗ്ദാനം അത് മോശമാണ്. അത് 6000 രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണം. കാരണം ക്ഷേമ പെൻഷൻ നൽകുന്നത് തികച്ചും സാധാരണക്കാർക്കാണ്. സർക്കാർ ജോലിയുള്ളവർക്കോ സർക്കാർ ജോലി ഉണ്ടായിരുന്നവർക്കോ മറ്റു പെൻഷനുകൾ ഉള്ളവർക്കോ ഈ ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള അർഹതയില്ല. അത് തികച്ചും സാധാരണക്കാരായവർക്കാണ് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. വികസിത നാടുകളിലൊക്കെ ക്ഷേമ പെൻഷനുകളും മറ്റു സൗജന്യങ്ങളും നൽകുന്നത് ഇത്തരം വയോജനങ്ങൾക്കാണ്. UDFന്റെ മറ്റൊരു വാഗ്ദാനം യുവാക്കൾക്ക് സംരംഭം നൽകുവാൻ 5 ലക്ഷം രൂപ പലിശരഹിതമായ വായ്പ നൽകുമെന്നുള്ളതാണ്. ഇത് സർക്കാർ സംവിധാനത്തിന് ബാധ്യത ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ വാഗ്ദാനത്തെ ദോഷകരമായി കാണുന്നില്ല. കർണാടകയോ തെലങ്കാനയോ പോലെയുള്ള സംസ്ഥാനമല്ല കേരളം. അവിടെങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച സൗകര്യങ്ങൾ കേരളത്തിലും പരീക്ഷിക്കാമെന്നുള്ള ഹൈക്കമാൻഡിന്റെയും കനകൊലുവിന്റെയും ആശയം കൊണ്ട് കേരളത്തിലെ UDFന് തന്നെ കുഴിമാടം ഒരുക്കുകയാണ്. താൽക്കാലിക വിജയത്തിന് ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടാലും ഈ വാഗ്ദാനങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയാൽ 5 വർഷത്തിനപ്പുറം UDF കേരളത്തിൽ ഉണ്ടാകില്ല. കേരളത്തെ കുട്ടിച്ചോറാക്കിയ മുന്നണിയെ ജനങ്ങൾ പിന്നീട് അംഗീകരിക്കുമോ?